ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്നാപ്സീഡ്, ലൈറ്റ്റൂം മൊബൈൽ ഈ രണ്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗ്രിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന 3 ഫോട്ടോസ് അടുക്കി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോഗ്രാഫിയിലെ കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും കൂടി ഫുൾ ട്യൂട്ടോറിയലായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 100+ ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർന്നതിന് ശേഷം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറി കാണുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എങ്ങനെ ആദ്യം എടുക്കാൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസ. ലെറ്റ്സ് ഇൻട്രോ. ഇനി നമുക്ക് പോയി ആ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറ്റിയൊരു ലൊക്കേഷൻ തപ്പി കിടക്കുക. ഇപ്പം നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇപ്പം മഴയൊക്കെ പെയ്തൊരു ഇതായിട്ട് കിടക്കുക. എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അതായത് ഇപ്പോൾ ഈ ഓരോ പൊസിഷനിൽ ഞാൻ ഈ ഒരു ടൈഗറിൻ്റെ ടോയെ വെച്ചിട്ടതിന് ശേഷം ഞാൻ ക്യാമറ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പിക്ക് എടുക്കും. അങ്ങനെ 3 പിക്ചർ നമ്മളിപ്പോൾ എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഈ 3 പിക്കും എടുത്തതിന് ശേഷം എഡിറ്റിങ്ങിൽ കാണാം. എഡിറ്റിംഗ് സ്നാപ്സീഡ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. നമുക്ക് സാധാരണ മറ്റേ ആപ്ലിക്കേഷനിലാണെങ്കിൽ ഒരു ക്യാൻവാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ വഴി നമ്മൾ ആദ്യത്തെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്കിതിനെ കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഏത് തരത്തിലാണ് നമുക്കിത് ഇരിക്കേണ്ട ആ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് പൊസിഷൻ ചെയ്ത് വയ്ക്കാം. ഈ ടിക്ക് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ മേളിൽ കാണുന്ന എഡിറ്റ് സ്റ്റാക്ക് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡബിൾ എക്സ്പോഷറിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രഷ് വന്നിട്ടുണ്ട്. ഈ ബ്രഷ് സെലക്ട് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്തായിരുന്നു നമ്മൾ ആ ഒരു ഇമേജ് പൊസിഷൻ ചെയ്ത് വെച്ചില്ലേ, ആ ഇമേജ് ഹൈഡ് ആകുന്നതല്ല, വിസിബിൾ എത്രത്തോളം ഭാഗം നമുക്ക് വിസിബിളായിട്ട് കാണണം, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് വെച്ചിട്ട് ആ താഴത്തെ ഈ വാല്യൂ കൂട്ടിയിട്ടിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചറിനെ ഇങ്ങനെ വിസിബിളായിട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു എഡ്ജ് എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ഇമേജിനെ നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ടൂൾസിൽ പോയി ഡബിൾ എക്സ്പോഷർ എടുത്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് പൊസിഷൻ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം എഡിറ്റ് സ്റ്റാക്കിൽ പോയിട്ട് താഴത്തെ വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്ത് അതിൽ ഡബിൾ എക്സ്പോഷർ, അതിൽ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ നമുക്ക് വേണ്ടത് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ നേരത്തെ ചെയ്ത പിക്ചറിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്രഷ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടോപ്പിലിരിക്കുന്ന പിക്ചറും നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്ന പിക്ചറുമായിട്ട് ആ എഡ്ജ് തമ്മിൽ മാച്ച് ആവുന്ന രീതി, ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ബ്രഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബാക്കി ഒരു ഇമേജും കൂടെ ഉള്ളതും കൂടി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇമേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളർ ഗ്രേഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനെ ലൈറ്റ് റൂമിലോട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എക്സ്പോർട്ട് കൊടുത്തിട്ട് ഷെയർ കൊടുത്തിട്ട് ലൈറ്റ് റൂം ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് റൂമിനകത്ത് ഇപ്പോൾ നമ്മളെ ഫോട്ടോസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പിക്ചറിന് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രീസെറ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ പ്രീസെറ്റ് ടാബിൽ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ
ടൈഗർ എന്ന് പറഞ്ഞതാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീസെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ പിക്ക് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, കാരണം വെറുതെ നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്ന കാണിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടൈഗറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ടോയ് യൂസ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഈ മെത്തേഡാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പം eyesopen.EA എന്നുള്ള ഹാഷ്ടാഗും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും അതിൽ ലൈക്ക് അടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ പറ്റുന്നുള്ളവർ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതും കൂടി ഓണാക്കിയിട്ടേക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.